രാവിലെ പുട്ടുമ്പഴം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം പൊറോട്ടയും ബീഫും കിട്ടി, അത് കഴിച്ചു. ചിന്നമ്മയ്ക്ക് വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ചൂടൊക്കെ എല്ലാം വിചാരിച്ചിട്ട് ഒരു സോഡ സർബത്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഉച്ചയായി. കുഴിമന്തി മേടിച്ച്, അതും ചിന്നുവിൻ്റെ വകയായിരുന്നു, എൻ്റെ അല്ല കേട്ടോ. ചിന്നമ്മ മേടിച്ച് തന്ന കുഴിമന്തി, അത് ഞാൻ കഴിച്ചു. പിന്നെ വൈകുന്നേരം ചായയും പഴംപൊരിയായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഷോപ്പിൽ നിന്ന് കഴിച്ചു. പിന്നെ വൈകിട്ട് ജിമ്മിൽ പോകണമായിരുന്നു, അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു. വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ജിമ്മിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു, കൂടെ ഒരു പഴവും കൂടെ കഴിച്ചു. പിന്നെ എപ്പോഴും ഇങ്ങനെ തിന്നുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടെ കുടിക്കണമല്ലോ. അത് കാരണം പുറകെ വെള്ളം കുടിച്ചു. വെള്ളം കൂടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ജിമ്മിൽ പോയിട്ട്, എന്നാൽ ഇന്ന് പോകാമെന്ന് വിചാരിച്ച്. ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ട് ജിമ്മിൽ ചെന്ന് എല്ലാവരും ഒന്ന് കണ്ടു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ ദിവസം പിന്നെ ആശം വേദനയൊന്നും മൈൻഡിലാക്കി ചെയ്യുന്ന ആളെല്ലാവരും ഈ വർക്കൗട്ട് കാണുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ല് വരുന്നത്. പക്ഷേ ഞാൻ സീറോയിട്ട് ചെയ്യാൻ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നെ കൊണ്ട് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് ചോറ് കഴിച്ച്. ചോറിന് മീൻ വറുത്തത്, മീൻ കറിയും മെഴുക്ക് വരട്ടിയായിരുന്നു. ഇത് മൂന്നും കൂട്ടി ചോറ് കഴിച്ചു. ചോറ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി കണ്ടിരുന്നിട്ട് വീട്ടിൽ നട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, നട്ട്സും ആൽമണ്ടും കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ നോക്കിയേ, എനിക്ക് കിട്ടിയ പഴം ഇരട്ടപ്പഴമായിരുന്നു. ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ട കുട്ടികളുണ്ടാവുമെന്നാണ് പറയാറ്. അങ്ങനെ നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ വിശ്വാസമൊക്കെ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.